തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. ലക്ഷ്യങ്ങൾ മുടക്കി പണി തീർത്ത ഞാറിക്കൽ മുരുക്കുംപാടം ശുദ്ധജല സംഭരണികൾ മന്ത്രി വന്ന ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സമരം സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു നികുതി അടയ്ക്കുന്ന മനുഷ്യന്റെ ഏറ്റവും പ്രധാന ആവശ്യം എന്താണ്? കുടിവെള്ളം, യാത്രാ സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് കുടിവെള്ളം നമുക്ക് ലഭിക്കുന്നില്ല. അതിവറുത്ത സംഭവം വരെയുണ്ട്. ഞങ്ങളൊക്കെ അന്ന് കച്ചേരിപ്പടിയിൽ സമരം നടത്തിയപ്പോൾ, എറണാകുളത്ത് ചെന്ന് സമരം നടത്തിയപ്പോൾ അവിടെ പോലീസ് അറസ്റ്റ് വലിച്ചുകൊണ്ട് ചെന്ന് അവിടെ അരി വറുത്താണ് ഞങ്ങൾ പ്രതിഷേധം നടത്തിയത്. മനസ്സിലായോ? കഞ്ഞിവയ്ക്കാൻ ഒരു തുള്ളി പോലും വെള്ളമില്ല, കുളിക്കുവാൻ വെള്ളമില്ല, പെരുമാറാൻ വെള്ളമില്ല. ഇവിടെ 2 ടാങ്ക് വെള്ളത്തിൽ നോക്കുവൃത്തിയായിട്ടിരിക്കുന്നു. ഇപ്പോഴും ഇലക്ഷൻ വരുന്നു. ഈ ഇലക്ഷനിൽ ജനങ്ങളെ വോട്ട് ചോദിക്കാൻ ഇത് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഭരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ. കാരണം ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളം പോലും എത്തിച്ചു തരുവാനായിട്ട് സാധിക്കാത്ത ഈ ഭരണാധികാരികൾ അവരെങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ പടിഞ്ഞാറും കിഴക്കുമൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ചൂലിക്കെട്ടും കൊണ്ട് ഓടിച്ചിരുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു. 13 വർഷങ്ങൾക്ക് മുമ്പ് വൈപ്പിൻ സംസ്ഥാന പാത വെട്ടിപ്പൊളിച്ചുകൊണ്ട് പൈപ്പിടുകയും ഞാറിക്കൽ ശുദ്ധജല ടാങ്ക് പണി ആരംഭിക്കുകയും ചെയ്തു. ഇടയ്ക്ക് പണി തീർത്ത് വെക്കുകയും വീണ്ടും പണി തുടങ്ങി 12 വർഷം കൊണ്ട് പണി തീർത്ത ശുദ്ധജല സംഭരണി 1.5 വർഷം മുമ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇതുവരെ ഈ ടാങ്ക് പ്രവർത്തിപ്പിച്ചിട്ടില്ല. മുരുക്കുംപാടത്തും പണി തീർത്ത ടാങ്ക് പ്രവർത്തിപ്പിക്കുന്നില്ല. കുടിവെള്ളത്തിനായി വൈപ്പിൻ ജനത നെട്ടോട്ടം ഓടുമ്പോൾ 10 കോടിയോളം മുടക്കി പണി തീർത്ത ജലസംഭരണികൾ നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ്. ഇനിയും ടാങ്കുകളുടെ പമ്പിംഗ് ആരംഭിച്ചില്ലെങ്കിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തുമെന്നും അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി അറിയിച്ചു. പൊതുജനങ്ങൾ ഒപ്പിട്ട ഭീമഹർജി മാലിപ്പുറം ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകി. പ്രസ്തുത സമര പരിപാടിയിൽ കോൺഗ്രസ് പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് AS ശ്യാംകുമാർ, കർത്തേടം കോപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തുണ്ടയിൽ, കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് സെക്രട്ടറി KV രഞ്ജൻ, കേരള പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ്, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി രക്ഷാധികാരി ജോസഫ് കിഴക്കേടൻ, ജനറൽ കൺവീനർ ജോളി ജോസഫ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ആന്റണി പുന്നത്തറ, ജോർജ് കൂട്ടിങ്കൽ, ടൈറ്റസ് പൂപ്പാടി, ജോസി ചാക്കാലക്കൽ, KM ധനഞ്ജയൻ, ഫ്രാൻസിസ് അറക്കൽ, MP ജോഷി, വർഗീസ് കാച്ചപ്പിള്ളി, സെബി ഞാറക്കൽ, MA സേവ്യർ, KA സേവ്യർ, TP സെബാസ്റ്റ്യൻ, റോസ്ലി ജോസഫ്, തോമസ് പവത്തിത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.